61. വിറ്റാമിൻ എയുടെ ലഭ്യത കുറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു രോഗമേത്? ഉത്തരം ഓപ്ഷൻ ബി നിശാന്തത. 62-ാമത്തെ ചോദ്യം. താഴെ പറയുന്നവയിൽ ജീവിതശൈലി രോഗം അല്ലാത്തത് ഏത്? ഉത്തരം ഓപ്ഷൻ സി ഹീമോഫീലിയ. 63-ാമത്തെ ചോദ്യം. നിശബ്ദ വസന്തം എന്ന പുസ്തകത്തിൻ്റെ രചയിതാവാര്? ഉത്തരം ഓപ്ഷൻ ഡി റേച്ചൽ കാഴ്സൺ. 64-ാമത്തെ ചോദ്യം. താഴെ പറയുന്നവയിൽ വന്യജീവി സങ്കേതത്തിന് ഉദാഹരണമേത്? ഉത്തരം ഓപ്ഷൻ എ പെരിയാർ. 65-ാമത്തെ ചോദ്യം. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമുള്ള പദാർത്ഥമേത്? ഉത്തരം ഓപ്ഷൻ ബി ഇനാമൽ. 66-ാമത്തെ ചോദ്യം. ഏതിനം ശ്വേതരക്താണുക്കളുടെ ജനിതക സംവിധാനം ഉപയോഗിച്ചാണ് എയ്ഡ്സിന് കാരണമായ HIV വൈറസ് പെരുകുന്നത്? ഉത്തരം ഓപ്ഷൻ സി ലിംഫോസൈറ്റ്. 67-ാമത്തെ ചോദ്യം. മനുഷ്യ ശരീരത്തിൽ യൂറിയയുടെ നിർമ്മാണം നടക്കുന്നത് എവിടെയാണ്? ഉത്തരം ഓപ്ഷൻ എ കരൾ. 68-ാമത്തെ ചോദ്യം. കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത പാവലിൻ്റെ ഇനമേത്? ഉത്തരം ഓപ്ഷൻ ഡി പ്രിയങ്ക. 69-ാമത്തെ ചോദ്യം. അന്താരാഷ്ട്ര ചെറുധാന്യ വർഷമായി ആഘോഷിച്ച വർഷമേത്? ഉത്തരം ഓപ്ഷൻ സി 2023. 70-ാമത്തെ ചോദ്യം. സർക്കാർ പൊതുജനാരോഗ്യ പദ്ധതിയായ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി പ്രകാരം ദാരിദ്ര്യവും ദുർബലവുമായ കുടുംബങ്ങൾക്ക് ചികിത്സയ്ക്കായി പ്രതിവർഷം അനുവദിച്ചിട്ടുള്ള തുക എത്രയാണ്? ഉത്തരം ഓപ്ഷൻ ബി 5 ലക്ഷം. 71-ാമത്തെ ചോദ്യം. പ്രവൃത്തി സംഭവിക്കുന്ന ചില സന്ദർഭങ്ങൾ നൽകിയിരിക്കുന്നു. 1. ഒരു കല്ല് മുകളിലേക്ക് എറിയുമ്പോൾ ഭൂഗുരുത്വാകർഷണ ബലം കല്ലിൽ ചെയ്യുന്ന പ്രവൃത്തി. പ്രസ്താവന 2. തെങ്ങിൽ നിന്ന് തേങ്ങ താഴേക്ക് വീഴുമ്പോൾ ഗുരുത്വാകർഷണം ചെയ്ത പ്രവൃത്തി. പ്രസ്താവന 3. ഒരു കല്ല് മുകളിലേക്ക് എറിയുമ്പോൾ നാം പ്രയോഗിക്കുന്ന ബലം കല്ലിൽ ചെയ്യുന്ന പ്രവൃത്തി. മുകളിൽ തന്നിരിക്കുന്നവ പരിശോധിച്ച് ശരിയായ ഉത്തരം കണ്ടെത്തുക. 71-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. തന്നിരിക്കുന്നവയിൽ 2, 3 മാത്രം പ്രവൃത്തി പോസിറ്റീവായ സന്ദർഭങ്ങൾ. 72-ാമത്തെ ചോദ്യം. ഒരു കോൺകേവ് ദർപ്പണത്തിൻ്റെ എഫിനും പിക്കും ഇടയിൽ വെച്ചിരിക്കുന്ന വസ്തു രൂപീകരിക്കുന്ന പ്രതിബിംബത്തിൻ്റെ സ്വഭാവം എന്ത്? ഉത്തരം ഓപ്ഷൻ ഡി വസ്തുവിനേക്കാൾ വലുത്, മിഥ്യ, നിവർന്നത്. 73-ാമത്തെ ചോദ്യം. മനുഷ്യരുടെ ശ്രവണ പരിധി ഡാഷ് ആണ്? ഉത്തരം ഓപ്ഷൻ സി 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് വരെ. 74-ാമത്തെ ചോദ്യം. ഫാരൻഹൈറ്റ് തെർമോമീറ്റർ പ്രകാരം 98 ഡിഗ്രി F താപനിലയിൽ കെൽവിൻ സ്കെയിൽ പ്രകാരം ഡാഷ് ആണ്? ഉത്തരം ഓപ്ഷൻ എ 310 K. 75-ാമത്തെ ചോദ്യം. ചലനവുമായി ബന്ധപ്പെട്ട ശരിയായ സമവാക്യം ഏത്? ഉത്തരം ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. 76-ാമത്തെ ചോദ്യം. ഒരു പെട്രോൾ കാറിൽ നടക്കുന്ന പ്രധാന ഊർജ പരിവർത്തനം തിരഞ്ഞെടുക്കുക. ഉത്തരം ഓപ്ഷൻ സി രാസോർജം ഗതികോർജമാകുന്നു. 77-ാമത്തെ ചോദ്യം. സൂര്യഗ്രഹണത്തിനു കാരണമാകുന്ന ശരിയായ ക്രമീകരണം കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ എ ഭൂമിക്കും സൂര്യനുമിടയിൽ ചന്ദ്രൻ വരുന്നു. 78-ാമത്തെ ചോദ്യം. ഹൈഡ്രജൻ്റെ ഗുണങ്ങളിൽ ബന്ധപ്പെട്ട് ചില പ്രസ്താവനകൾ തന്നിരിക്കുന്നു. ഈ പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായ ഉത്തരം കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ സി. തന്നിരിക്കുന്നവയിൽ 2 മാത്രമാണ് തെറ്റ്. ഹൈഡ്രജൻ ജലത്തിൽ ലയിക്കുന്നു എന്നുള്ളത് തെറ്റായ പ്രസ്താവനയാണ്. 79-ാമത്തെ ചോദ്യം. തന്നിരിക്കുന്നവയിൽ നിന്ന് ഐസോടോപ്പുകളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ ബി. വ്യത്യസ്ത മാസ് നമ്പറും ഒരേ അറ്റോമിക നമ്പറുമുള്ള ഒരേ മൂലകത്തിൻ്റെ വ്യത്യസ്ത ആറ്റങ്ങളാണ് ഐസോടോപ്പുകൾ. 80-ാമത്തെ ചോദ്യം. അറ്റോമിക സംഖ്യ 8 ആയ മൂലകമാണ് ഡാഷ്? ഉത്തരം ഓപ്ഷൻ ഡി ഓക്സിജൻ. ഓക്സിജൻ്റെ അറ്റോമിക സംഖ്യയാണ് 8. 61-ാമത്തെ ചോദ്യം. സസ്യങ്ങളിൽ ബീജസംയോഗത്തിന് ശേഷം നടക്കുന്ന പ്രവർത്തനം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ ഒവ്യൂൾ വിത്താകുന്നു. 72-ാമത്തെ ചോദ്യം. എക്സിറ്റു കൺസർവേഷന് ഉദാഹരണമേത്? ഉത്തരം ഓപ്ഷൻ സി ബൊട്ടാണിക്കൽ ഗാർഡനുകൾ.
63-ാമത്തെ ചോദ്യം ഗ്രന്ഥികോശങ്ങളിൽ കൂടുതൽ കാണപ്പെടുന്ന കോശാംഗം തിരഞ്ഞെടുക്കുക. 63-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ഗോൾജി കോംപ്ലക്സ്. 64-ാമത്തെ ചോദ്യം താഴെ തന്നിരിക്കുന്നവയിൽ രക്തത്തിൽ കാണുന്ന പ്രോട്ടീൻ കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ ബി ഗ്ലോബുലിൻ. 65-ാമത്തെ ചോദ്യം തന്നിരിക്കുന്നവയിൽ മാംസ്യത്തിൻ്റെ ദഹനവുമായി ബന്ധമില്ലാത്തത് തിരഞ്ഞെടുക്കുക. ഉത്തരം ഓപ്ഷൻ ബി ലിപ്പേസ്. 66-ാമത്തെ ചോദ്യം തന്നിരിക്കുന്നവയിൽ നിന്ന് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ ബി വേനൽക്കാലത്ത് വാസോപ്രസിൻ്റെ അളവ് കുറവായിരിക്കും. 67-ാമത്തെ ചോദ്യം രോഗങ്ങളുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്നും ശരിയും തെറ്റും കണ്ടെത്തുക. 67-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ എ ആണ്. 1, 2, 3, 4 പ്രസ്താവനകളും തെറ്റായ പ്രസ്താവനകളാണ്. 68-ാമത്തെ ചോദ്യം ക്യൂനിക്കൾച്ചർ താഴെ തന്നിരിക്കുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഉത്തരം ഓപ്ഷൻ ബി മുയൽ വളർത്തൽ. 69 കൈക്കുഴ, കാൽക്കുഴ എന്നിവിടങ്ങളിൽ കാണപ്പെടുന്ന അസ്ഥിസന്ധി ഏത്. ഉത്തരം ഓപ്ഷൻ ഡി തെന്നി നീങ്ങുന്ന സന്ധി. 70-ാമത്തെ ചോദ്യം സിനാപ്സ് ഇതുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. 70-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി 2ഉം 3ഉം ശരി. പേശീകോശത്തിനും ന്യൂറോണിനുമിടയിൽ കാണുന്നു, 2 ന്യൂറോണുകൾക്കിടയിൽ കാണുന്നു എന്നിവയാണ് സിനാപ്സുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന. 71-ാമത്തെ ചോദ്യം ഇലക്ട്രോനെഗറ്റിവിറ്റി ഏറ്റവും കൂടിയ മൂലകം ഏത്. 71-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ സി ഫ്ലൂറിൻ. 72-ാമത്തെ ചോദ്യം സ്ഥിരകാന്തങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന അലോയ് സ്റ്റീൽ. ഉത്തരം ഓപ്ഷൻ ബി അൽനിക്കോ. 73-ാമത്തെ ചോദ്യം താഴെ തന്നിരിക്കുന്നവയിൽ തെർമോപ്ലാസ്റ്റിക് അല്ലാത്തതേത്. ഉത്തരം ഓപ്ഷൻ സി ബേക്കലൈറ്റ്. 74-ാമത്തെ ചോദ്യം പ്രോട്ടോണിന് ആ പേര് നൽകിയ ശാസ്ത്രജ്ഞൻ. ഉത്തരം ഓപ്ഷൻ എ ഏണസ്റ്റ് റൂദർഫോർഡ്. 76-ാമത്തെ ചോദ്യം പ്രവേഗമാറ്റത്തിൻ്റെ നിരക്ക്. ഉത്തരം ഓപ്ഷൻ ഡി ത്വരണം. 77-ാമത്തെ ചോദ്യം ബലത്തിൻ്റെ യൂണിറ്റ് ഏത്. ഉത്തരം ഓപ്ഷൻ ബി ന്യൂട്ടൺ. 78 ഒരു വസ്തുവിന് അതിൻ്റെ ചലനം കൊണ്ട് ലഭ്യമാക്കുന്ന ഊർജമാണ്. ഉത്തരം ഓപ്ഷൻ ബി ഗതികോർജം. 79-ാമത്തെ ചോദ്യം താഴെ തന്നിരിക്കുന്നവയിൽ ഗ്രീൻ എനർജി അല്ലാത്തതേത്. ഉത്തരം ഓപ്ഷൻ സി അറ്റോമിക് റിയാക്ടറുകൾ. 80-ാമത്തെ ചോദ്യം കടലിൻ്റെ ആഴം അളക്കുന്നതിന് ഉപകരണമാണ് സോണാർ. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന തരംഗം. ഉത്തരം ഓപ്ഷൻ എ അൾട്രാസോണിക്. 61-ാമത്തെ ചോദ്യം ജീവമണ്ഡലത്തിലെ ജൈവസമ്പന്നത സൂചിപ്പിക്കുന്ന ജൈവവൈവിധ്യം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചതാര്. ഉത്തരം ഓപ്ഷൻ സി വാൾട്ടർ ജി റോസൻ. 62-ാമത്തെ ചോദ്യം അമ്മയുടെയും ഗർഭസ്ഥ ശിശുവിൻ്റെയും രക്തം കൂടിക്കലരാതെയുള്ള പദാർത്ഥ വിനിമയത്തിന് സഹായിക്കുന്ന ഭാഗമേത്. ഉത്തരം ഓപ്ഷൻ എ പ്ലാസെൻ്റ. 63-ാമത്തെ ചോദ്യം കോശഭിത്തിയുടെ എല്ലാ ഭാഗത്തും ഒരുപോലെ കട്ടി കൂടിയ തരം കോശങ്ങൾ ചേർന്ന കല ഏത്. ഉത്തരം ഓപ്ഷൻ എ പാരൻകൈമ. 64-ാമത്തെ ചോദ്യം ചെറുകുടലിനകത്തെ പോഷകാഗീകരണത്തിനുള്ള പ്രതല വിസ്തീർണം അനേകം മടങ്ങ് വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഭാഗം. ഉത്തരം ഓപ്ഷൻ ബി വില്ലസുകൾ. 65-ാമത്തെ ചോദ്യം വൃക്കയിലേക്ക് രക്തം കൊണ്ടുവരുന്ന കുഴൽ. ഉത്തരം ഓപ്ഷൻ സി വൃക്കാധമനി. 66-ാമത്തെ ചോദ്യം നേത്രവൈകല്യവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ ബി 3ഉം 4ഉമാണ് ശരി. കണ്ണിനുള്ളിൽ മർദ്ദം കൂടുന്ന അവസ്ഥയാണ് ഗ്ലോക്കോമ. കണ്ണിലെ ലെൻസ് അതാര്യമാകുന്ന അവസ്ഥയാണ് തിമിരം. 67-ാമത്തെ ചോദ്യം ന്യൂക്ലിയസ് ഇല്ലാത്ത ഏകകോശ ജീവികൾ ഉൾപ്പെടുന്ന വിഭാഗം. ഉത്തരം ഓപ്ഷൻ സി മൊനീറ. 68-ാമത്തെ ചോദ്യം ഭീമാകാരത്വം ഏത് ഹോർമോണിൻ്റെ ഏറ്റക്കുറച്ചിലുമായി ബന്ധപ്പെട്ട അവസ്ഥയാണ്. ഉത്തരം ഓപ്ഷൻ ഡി സൊമാറ്റോട്രോപ്പിൻ. 69-ാമത്തെ ചോദ്യം കോശശ്വസനവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ ഡി 4-ാമത്തെ പ്രസ്താവനയാണ് ശരി.
കോളിസിസിൻ്റെ ഗ്ലൂക്കോസ് പൈറൂവിക് ആസിഡായി മാറ്റുന്നു? 70-ാമത്തെ ചോദ്യം, വിട്രിയസ് ദ്രവം മനുഷ്യ ശരീരത്തിലെ ഏത് അവയവത്തിലാണ് കാണുന്നത്? 70-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി, കണ്ണ്. 71-ാമത്തെ ചോദ്യം, ജനറേറ്ററിൽ നടക്കുന്ന ഊർജ പരിവർത്തനം? ഉത്തരം ഓപ്ഷൻ എ, യാന്ത്രികോർജം വൈദ്യുതോർജമായി മാറുന്നു. 72-ാമത്തെ ചോദ്യം, ന്യൂക്ലിയർ റിയാക്ടറിലെ ഇന്ധനം ഏത്? ഉത്തരം ഓപ്ഷൻ ബി, സമ്പുഷ്ട യുറേനിയം. 73-ാമത്തെ ചോദ്യം, വസ്തുവിൻ്റെ പ്രവേഗം ഇരട്ടിയാക്കിയാൽ ഗതികോർജം? ഉത്തരം ഓപ്ഷൻ ഡി, 4 മടങ്ങാകും. 74-ാമത്തെ ചോദ്യം, കൂറ്റത്തിൽ പെടാത്തതേത്? ഉത്തരം ഓപ്ഷൻ സി, വേഗം. 75-ാമത്തെ ചോദ്യം, അന്തരീക്ഷമർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം? ഉത്തരം ഓപ്ഷൻ ബി, ബാരോമീറ്റർ. 76-ാമത്തെ ചോദ്യം, ചില പ്രസ്താവനകൾ നൽകിയിരിക്കുന്നു. ഇവയിൽ ജെ തോംസണുമായി ബന്ധപ്പെട്ട പ്രസ്താവന ഏത്? ഉത്തരം ഓപ്ഷൻ ഡി, ന്യൂട്രോണിനെ കണ്ടെത്തി. 77-ാമത്തെ ചോദ്യം, റബ്ബറിൻ്റെ മോണോമർ? ഉത്തരം ഓപ്ഷൻ ബി, ഐസോപ്രീൻ. 78-ാമത്തെ ചോദ്യം, റേഡിയോ ആക്റ്റീവത കണ്ടെത്തിയത്? ഉത്തരം ഓപ്ഷൻ സി, ഹെൻറി ബെക്ക്വെറൽ. 79-ാമത്തെ ചോദ്യം, ലീച്ചിങ് എന്ന സാന്ദ്രണ രീതി ഉപയോഗിക്കുന്നത് ഏത് ലോഹത്തിൻ്റെ അയിരിനാണ്? ഉത്തരം ഓപ്ഷൻ ഡി, അലുമിനിയം. 80-ാമത്തെ ചോദ്യം, ഒരേ മാസ് നമ്പറും വ്യത്യസ്ത അറ്റോമിക നമ്പറുമുള്ള ആറ്റങ്ങളാണ്? ഓപ്ഷൻ എ, ഐസോബാറുകൾ.